ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾക്ക് മെസ്സേജ് കോൾ ചെയ്യാത്തതിൽ അവരുടെ ഫീലിങ്സ് എന്തായിരുന്നോ, അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നോ, അവരുടെ ഫീലിങ്സ് എന്തായിരുന്നു എന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഹെയർഫെൻറ്റിൻ്റെ കാർഡാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വഴി അവർ അന്വേഷിച്ചിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിരിക്കാം. വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹം വരെ എത്തിയ ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡിവോഴ്സ്, ഒരു കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. ഓക്കെ, അപ്പം അഡ്വക്കേറ്റിനെ കാണുകയോ മറ്റോ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അവർ നിങ്ങളെക്കുറിച്ച് ഇന്നലെ എന്താണ് ചിന്തിച്ചത്? ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്? ഇന്നലെ അവർ വളരെ സൈലൻ്റ് ആയിരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ സൈലൻ്റ്, വിഷമത്തിൽ കൂടി ആയിരുന്നു അവർ പോയിരുന്നത്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഇടയ്ക്കൊക്കെ അവർക്ക് നിങ്ങളോട് വളരെ ദേഷ്യം, ഈഗോ തോന്നിയിരുന്നു. വളരെ സൈലൻ്റ് കൂടിയായിരുന്നു ഇന്നലത്തെ ദിവസം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർക്ക് വളരെ വേദനയുള്ളതായി കാണുന്നു. നിങ്ങൾ ഇഗ്നോർ ചെയ്തതോ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഒരു പക്ഷേ ഇഗ്നോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കോള് മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ കോള് മെസ്സേജ് നിങ്ങൾ അങ്ങോട്ട് അവരെ വിഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരു കോള് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൽ അവർ ഇഗ്നോർ ചെയ്യുകയോ, അല്ലെങ്കിൽ ആ മെസ്സേജ് കാണുമ്പോൾ അവർക്ക് ഒരുപാട് വേദന തോന്നിയതായി കാണുന്നു. 5 ഓഫ് കപ്പിൻ്റെ എനർജി. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. അവർ വെയിറ്റിങ്ങിലാണ്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങൾ അവർക്ക് കഴിഞ്ഞ വർഷം ഏതെങ്കിലും രീതിയിൽ മെസ്സേജോ കോളോ ഗിഫ്റ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകളൊക്കെ അവർക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വാലന്റൈൻസ് ടൈമിൽ അവരെ വിഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ലാസ്റ്റ് വാലന്റൈൻസ് ഡേയെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഫാമിലി ആയിരിക്കാം. ഫാമിലിയുടെ ഇടയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവരുടെ പേരൻസിനെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ കാര്യങ്ങളെല്ലാം അവരുടെ ഓർമ്മയിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ അവരെ മാത്രമല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന പല വ്യക്തികൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവരുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ കോൾ മെസ്സേജ് വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾ അവരുടെ മുന്നിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളതായി കാണുന്നു. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളതായി കാണുന്നു. ഓക്കെ, ഇപ്പോൾ 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളെ ഇപ്പം അവർക്ക് എത്താൻ വയ്യാത്ത വണ്ണം ഒരുപാട് ദൂരെ ആയിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടിലാണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നു. റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നുണ്ട്. ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവിടെ ഒന്നുകിൽ ഫീമെയിൽ ഇവിടെ ഒരുപാട് ചോദ്യോത്തരങ്ങൾ ചെയ്യുന്നതായി കാണുന്നു. അവരുടെ കൂടെ ഒരുപക്ഷെ തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾ അവരെ ഒരുപാട് ചോദ്യോത്തരങ്ങൾ ചെയ്യുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളതായി തന്നെയാണ് കാണുന്നത്. ഡെത്ത് ആൻഡ് റീബർത്താണ് വന്നിരിക്കുന്നത്. ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. 4 ഓഫ് കപ്പിൻ്റെ എനർജി. അവർ നിങ്ങളുടെ മെസ്സേജ് ചെല്ലാത്തതിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കോള് മെസ്സേജ് ചെയ്യാത്തതിൽ അവർക്ക് വിഷമമുള്ളതായി കാണുന്നു. ഓക്കെ, നിരാശയുള്ളതായി കാണുന്നു. അല്ലെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാത്തതിൽ നിരാശയുള്ളതായി കാണുന്നു. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ വീണ്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്നേഹമെല്ലാം ഇപ്പം മറ്റാർക്കോ പോകുന്നു എന്നവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ മറ്റേതോ വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണ് കൊടുത്തുകൊണ്ടിരുന്നതായിട്ടുള്ള സ്നേഹമെല്ലാം നിങ്ങളിപ്പോൾ മറ്റാർക്കോ കൊടുക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ,
അവരൊരുപാട് ഡിപ്രഷനിലായിരുന്നു. നിങ്ങളിലേക്ക് കടന്നു വരാൻ ഒരു വഴിയും അവർക്ക് ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, ഒരുപാട് അവർ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു പ്രവൃത്തിയും കാരണങ്ങളും കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരാൻ അവർ എത്രയൊക്കെ പ്ലാൻ ചെയ്തിരുന്നാലും അത് അവസാനം തോൽവിയായി മാറിപ്പോകുന്നു എന്നിവിടെ കാണുന്നുണ്ട്. 6 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? അവർക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് കൊടുത്തിരുന്ന ഗിഫ്റ്റുകളെല്ലാം അവർക്ക് ഓർമ്മ വരികയാണ്. നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹമെല്ലാം അവർക്ക് ഓർമ്മ വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി, ഒരുപാട് നിങ്ങൾ അവരെ കെയർ ചെയ്തിരുന്നു. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെ കുട്ടികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരുപാട് സ്നേഹവും കെയറിങ്ങും ഒക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടഞ്ഞു പോയിരുന്നു. ഓക്കെ, എത്രയൊക്കെ കൊതിക്കത്തിനെ കറലോ. ഓക്കെ, നിങ്ങളുടെ സ്നേഹം അന്ന് അവർ തന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ വാലന്റൈൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കിപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹവും തോന്നുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ചിന്തകൾ, നിങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തകൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിന്തയുടെ ഓവർഫ്ലോ ആണ് അവർക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് എത്രയൊക്കെ ഓർക്കണ്ട എന്ന് വിചാരിക്കുമ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങൾ പഴയ കൂടെ ഉണ്ടായിരുന്ന നിമിഷത്തെക്കുറിച്ച് അവർക്കിങ്ങനെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഹീറോഫിൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിൽ വരണം, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് പറയണം. അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഓപ്പണാക്കി പറയണം, ഒന്ന് സംസാരിച്ച് തീർക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയിൽ കൂടിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ പോയിരുന്നത്. നിങ്ങളെ വിട്ടുപോയ നിമിഷം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നശിച്ച ദിവസമായിട്ട് അവർ എണ്ണുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ കടന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് അവർ പോയിരുന്ന ആ ഒരു ദിവസത്തെ അവരിപ്പോൾ ഏറ്റവും മോശമായിട്ട്, അവരുടെ ലൈഫിലെ ഏറ്റവും മോശമായ ദിവസമായി അവർ കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.